കൃത്യസമയത്ത് ഭക്ഷണം എല്ലാ സാധനവും കൃത്യസമയത്ത് കിട്ടും. ആരോടും പരാതി ഇല്ലാതെ തന്നെ. മലപ്പുറം നിലമ്പൂരിൽ കേവലം ഒരു കട്ടൻ ചായയ്ക്ക് വേണ്ടി അത് കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നുള്ള കാരണത്താൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നിരിക്കുന്നു. അതും 6ഉം 8ഉം വയസ്സുള്ള പിഞ്ചു മക്കളുടെ മുമ്പിൽ വെച്ച്. അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ടായിരുന്നു, ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യസമയത്ത് ചായ ലഭിക്കാത്തതിനെ തുടർന്ന് മരുമകളെ വിളിച്ചു. അവരെ എണീറ്റില്ല. അതിൽ തല്ലിപ്പൊളിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മരുമകളെ മക്കളുടെ മുമ്പിൽ തന്നെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വാക്കത്തി ഉപയോഗിച്ച്. കഴുത്തിനേറ്റ മുറിവാണ് മരണത്തിന് കാരണമായത്. മുഖത്തിലും കയ്യിലും ഒക്കെ വെട്ടേറ്റിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ തടയാൻ വേണ്ടി ചെന്നപ്പോൾ അവരെയും എടുത്ത് ബലമായി തള്ളി എറിഞ്ഞു എന്നാണ്. ആ അമ്മ മരണത്തോട് മല്ലടിക്കുമ്പോൾ വെള്ളം ചോദിച്ചു. കുഞ്ഞുങ്ങൾ വെള്ളവുമായി വന്ന് വെള്ളം കൊടുത്തപ്പോഴത്തേക്കും അപ്പോൾ തന്നെ മരിച്ചുപോയി. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ്, ആ കുഞ്ഞുങ്ങളുടെ അച്ഛനായ, അതായത് ഈ കൊലപ്പെടുത്തിയ സ്ത്രീയുടെ മകൻ ആ സമയത്ത് ആ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ്. ഓട്ടോ ഓടിക്കുന്നതിനായി പുറത്തേക്ക് പോയി. ഒരുപക്ഷെ ഈ അമ്മായിമ്മ വിളിച്ചപ്പോൾ ആ മരുമകൾക്ക് വല്ല സുഖമില്ലാതെയോ അല്ലെങ്കിൽ ഉറക്കക്കൂടുതൽ കാരണമോ കിടന്നായിരിക്കാം. പോലീസുകാർ വന്നപ്പോൾ ഈ കൊലപ്പെടുത്തിയ സ്ത്രീ പറയുകയാണ്, പോലീസുകാർ വന്നു, ഓ ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. ശരിയാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ അവർക്ക് പോലീസ് സംരക്ഷണത്തിൽ ജീവിക്കാലോ. കൃത്യസമയത്ത് ഭക്ഷണം, വൈദ്യപരിശോധന എല്ലാം കൃത്യസമയത്ത് ആരോടും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ടെല്ലാം എത്തിച്ചു കിട്ടുമല്ലോ. പാവം ജോലിക്ക് പോയ ആ മനുഷ്യൻ എന്തറിഞ്ഞു അല്ലേ? അവരുടെ മകൻ, തൻ്റെ ഭാര്യ തൻ്റെ അമ്മയാൽ കൊല്ലപ്പെടും എന്ന് ആ മനുഷ്യൻ എന്തെങ്കിലും വിചാരിച്ചു? ആ വീട്ടിൽ എന്നും അമ്മായിമ്മയും മരുമകളും നിരന്തരം വഴക്കായിരുന്നു എന്നാണ് അയൽക്കാർ പറഞ്ഞത്. അപ്പോൾ വെറും കട്ടൻ ചായയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കുമോ ഈ സ്ത്രീ ആ മരുമകളെ കൊന്ന്? ചിലപ്പോൾ ആയിരിക്കാം. കാരണം നിസ്സാര കാരണം പോലും അവർ കുറ്റമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടാവാം. കൊല്ലാൻ ഓരോരോ കാരണങ്ങൾ. പോലീസ് FIRലും അത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ചായ കൊടുത്തില്ല കൃത്യസമയത്ത്, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്. പിന്നെ ഇവർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അതൊരു സ്വഭാവത്തിൻ്റെ നമ്മൾ വൈകല്യം എന്നൊക്കെ പറയും പോലെ, മനസ്സിൻ്റെ ചാബല്യം എന്ന് പറയാൻ കഴിയില്ല, മാനസിക വൈകല്യമായിട്ട് മാറില്ല. അതുകൊണ്ട് രോഗത്തിനെയാണ് ഇപ്രാവശ്യം കുറ്റം വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിലും കണ്ടാണ്. എല്ലാവരും ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഇനിയിപ്പോൾ ഓരോ രോഗങ്ങളെ അങ്ങ് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഈ മാനസിക രോഗം എന്നുള്ളത് പറഞ്ഞ് മടുത്ത് കാണുമല്ലോ. ഒക്കെ കൃത്യസമയത്ത് ചായ കിട്ടാത്തതുകൊണ്ട് വിറയുണ്ടായി. ഇവർ അറിയാതെ ആ ദേഷ്യത്തിൽ മരുമകളെ വകവരുത്തിയാണ് എന്നൊക്കെയാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ വന്നാണ് റെജിലയെ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനു മുമ്പേ മരണപ്പെട്ടിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ആയുഷ്കാലം മനസ്സിനേറ്റ ഒരു മുറിവ് തന്നെ ആയിരിക്കും ഇത്. എനിക്കെന്തോ ഇവർ മനഃപൂർവ്വം ചെയ്തല്ലാണ്. കൃത്യസമയത്തെല്ലാം കിട്ടാൻ വേണ്ടി ഭക്ഷണവും മരുന്നും എല്ലാ സംഗതികളും. മരുമകളെ കൊല്ലാൻ ഉപയോഗിച്ച അത്രയും ആരോഗ്യം, ആ എനർജിയുടെ പകുതി പോലും വേണ്ടല്ലോ ഒരു ചായ വെച്ച് കുടിക്കാൻ. മരുമകൾ ഉള്ളതുകൊണ്ടല്ലേ മരുമകൾ തന്നെ വെച്ച് തരട്ടെ എന്നുള്ള ആ നിർബന്ധ ബുദ്ധിയിലിരുന്നത്. രോഗങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവും, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ആരും സഹായത്തിനില്ലാത്തവർ. അവരെല്ലാം തന്നെത്താനെയല്ലേ എല്ലാം ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്നതല്ല. യുവതലമുറയെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ വൃദ്ധരും ഈ പാതയിലേക്ക് മാറിയേക്കുവാണ്. കാരണം ജയിലിൽ എല്ലാം കൂട്ടിയേക്കുവാണല്ലോ, വേതനം വരെ. മരുമകളെ കൊന്നതുകൊണ്ട് അമ്മായിമ്മയ്ക്ക് ഒരു വരുമാന മാർഗവുമായി ജയിലിൽ. ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരികയാണ്. നായകൻ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പറയുന്നതാണ്, അമ്മായിമ്മയില്ല, അതാണ് ഹൈലൈറ്റ്.